എറണാകുളം കറങ്ങാൻ വരുന്നവർ കൊച്ചി മെട്രോ മാത്രമല്ല ഫോർട്ട് കൊച്ചിയും കൂടെ കണ്ടിരിക്കും. അതൊരു കൗതുകം തന്നെയാണ്. നമുക്ക് കാണാം കൊച്ചിയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ 2 ലിങ്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ മറ്റ് 2 വീഡിയോകൾ, അതായത് ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ചുള്ള 2 വീഡിയോകൾ കാണാത്തവർക്ക് അത് കാണാം. നിങ്ങൾ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷന് മുമ്പിൽ വാട്ടർ മെട്രോയ്ക്ക് ക്യൂ നിൽക്കുകയാണോ? മണിക്കൂറുകൾ എടുക്കുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? എങ്കിലൊന്നും നോക്കണ്ട, അങ്ങ് നടന്നേക്ക്. നമുക്ക് നേരെ ഫോർട്ട് കൊച്ചിയിലെത്താം. ഫോർട്ട് കൊച്ചിയിൽ എത്താൻ 1-2 ചോയ്സസ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഓട്ടോയിൽ പോകാം, അതല്ല തൊട്ട് മുമ്പിൽ കിടക്കുന്ന ഈ ബീച്ചിലെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് 2 ബ്രിഡ്ജ് കയറി ഇറങ്ങി നടന്നാൽ ഫോർട്ട് കൊച്ചിയായി. അത് മറ്റൊരു ചോയ്സ്. അതല്ല നിങ്ങൾക്ക് ബസ്സിൽ പോകണമെങ്കിൽ അങ്ങനെയും പോകാം, ബസ്സിൽ പോകാം. പോരാത്തതിന് കൊച്ചിയിലൂടെ ഒന്ന് കറക്കാം, 1 മണിക്കൂർ കറക്കാം, 100 രൂപയ്ക്ക് പെർ ഹെഡ് പ്രൈവറ്റ് ബോട്ടിൽ. പ്ലാൻ എ, വാട്ടർ മെട്രോ നിങ്ങൾക്ക് കയറാൻ സാധിച്ചില്ല. അതിന് നല്ല ക്യൂ ആണ്, മണിക്കൂറുകൾ എടുക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പായ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പയ്യെ നടക്കുന്നതായിരിക്കും ഉചിതം. ഫോർട്ട് കൊച്ചിയിലേക്ക് ഈ വരമ്പിലൂടെ തന്നെ നമുക്ക് നടക്കാം. പുതിയ പുതിയ സ്ഥലങ്ങളും പുതിയ പുതിയ ആളുകളെയും എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നടക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും കാണുകയില്ലല്ലോ. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ നടന്നാൽ ഫോർട്ട് കൊച്ചിയായി. നിങ്ങൾക്ക് മറ്റൊരു ചോയ്സും കൂടെ കാണും. ഒരുപാട് പ്രൈവറ്റ് ബോട്ടിംഗ് സർവീസുകളും ഉണ്ട്. അതായത് പെർ ടിക്കറ്റ് 100. 1 മണിക്കൂർ ഒന്ന് കൊച്ചിക്കായലൂടെ കറങ്ങി തിരിച്ച് അതേ സ്പോട്ടിൽ തന്നെ ഇറക്കും. അപ്പം അതിനുവേണ്ടി ബോട്ട് നിറയണം എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ എപ്പോഴും ബോട്ട് നിറയാനും മാത്രം അത്രയ്ക്കും സഞ്ചാരികൾ ഉള്ളതുകൊണ്ട് അതിന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പം പ്ലാൻ ബി നമുക്കറിഞ്ഞിരിക്കാം. അപ്പോൾ പ്ലാൻ ബി എന്നുള്ളത് നടപ്പ് തന്നെയാണ്. അത് ഒരുപാട് ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുത്ത് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് നടക്കുന്നത് മറ്റൊരു കൗതുകകരമായിട്ടുള്ള നിമിഷമാണ്. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അനുഭവം കൂടെയാണ്. മറൈൻ ഡ്രൈവ് പോലെ ഒരുപാട് കാമിതാക്കളെയും നമുക്ക് ഈ പരിസരത്തൂടെയൊക്കെ കാണാം. ഈ കാഴ്ചയിൽ കായലിലൂടെ ഒരുപാട് കാര്യങ്ങൾ കാണാനും അനുഭവിക്കാനും ഉണ്ട്. ഉറപ്പായും കാറ്റ്, സൗന്ദര്യം, കായലിൻ്റെ ദൃശ്യമനോഹരമായ നിമിഷങ്ങൾ, ചെറു തുരുത്തുകൾ, ചെറിയ ഐലൻഡുകളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കപ്പലുകൾ കാണാൻ പറ്റും, ബോട്ടുകൾ കാണാൻ പറ്റും. അങ്ങനെ കപ്പലുകളും ചെറു ഓളങ്ങളും ചെറു തുരുത്തുകളും ഐലൻഡുകളും എല്ലാം ആസ്വദിച്ചാണ് ഞാൻ നടന്നത്. ചെറിയ തമാശകളും കുശലങ്ങളും ഓർമ്മകളും അയവിറക്കിയുള്ള നടപ്പ്. കാഴ്ചകളൊക്കെ കണ്ടു നടക്കുന്ന സമയത്ത് നമ്മൾ കൊച്ചിയെക്കുറിച്ച് പഠിച്ച പല കാര്യങ്ങളും ഓർമ്മ വന്നു. പഴഞ്ചൊല്ലുകളായിക്കോട്ടെ, ചെറു കവിതകളായിക്കോട്ടെ, അതിലൊന്നായിരുന്നു എൻ്റെ ഓർമ്മയിൽ വന്ന ഈ ചെറു കവിത. കൊച്ചിയിലുണ്ടൊരു കപ്പൽശാല, കൊച്ചിയിൽ പോയാൽ കപ്പൽ കാണാം, കപ്പൽ റാണി കടലിലിറങ്ങി, കൗതുകമുള്ളൊരു കപ്പൽ കാങ്കെ, കളിയോളങ്ങൾ നാണിച്ചു. ഈ നടത്തം എന്നെ ഹരം പിടിപ്പിക്കുന്നത് ചില കാഴ്ചകൾ കാണാനാണ്. അതിലെ പ്രധാനപ്പെട്ടതാണ് ബിഗ് ബി എന്ന സിനിമയിലെ മേരി ടീച്ചർ താമസിച്ച ആ വീട്. ആ ഫോർട്ട് കൊച്ചി സെറ്റപ്പിലുള്ള പഴയകാല ആ വീട്, ആ ഒരു ലൊക്കേഷൻ കാണാനാണ് എൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ത്വര. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ബിഗ് ബിയുടെ 2ാം ഭാഗമായ ബിലാൽ എന്ന സിനിമയിൽ ഈ ഒരു ലൊക്കേഷൻ എന്നായാലും കാണാൻ വഴിയില്ല. ആ ഒരു ഹൗസ് മൊത്തത്തിൽ അവർ മാറ്റിയെടുത്തു. എന്ന് വെച്ചാൽ അവർക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻ കൊടുക്കാൻ ഇനി താല്പര്യമില്ല എന്ന രീതിയിലാണ് അവർ ആ വീട് മാറ്റിയെടുത്തത്. നമുക്ക് ഫുഡ് കഴിച്ചിട്ടാകാം ബാക്കി യാത്ര. അപ്പം നല്ലൊരു ഫുഡ് സ്പോട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഫോർട്ട് കൊച്ചി എത്തി നമ്മൾ ക്ഷീണിച്ചു നടന്നു. അപ്പോൾ പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫുഡ് അടിച്ചാലോ? അപ്പോൾ ഫുഡ് സ്പോട്ടായിട്ടുള്ള നല്ലൊരു ഏരിയ ഉണ്ട്. അത് നമ്മുടെ നെഹ്റു പാർക്കിന് ബാക്കായിട്ടുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാന ഭക്ഷണം ഫിഷിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷ് കറീസാണ്. അപ്പോൾ ഫ്രീസറായിട്ടുള്ള ചില്ല് കൂട്ടിൽ കുറച്ച് ഫിഷസ് നമുക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഫിഷ് അല്ലെങ്കിൽ സീ ഫുഡ്സ് നമുക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ, അപ്പം അതിന് വേണ്ടി അപ്പം തന്നെ അവർ മസാലയൊക്കെ പുരട്ടി അവർ റെഡിയാക്കി തരും. അതൊന്ന്. അതല്ല, ഇതിനപ്പുറം തന്നെ, അതായത് നെഹ്റു പാർക്കിന് സൈഡിൽ തന്നെ ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ നമുക്ക് വിൽക്കുന്ന സ്ഥലമുണ്ട്. അതായത് സീ ഫിഷസ് വിൽക്കുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് നമ്മൾ മേടിച്ച് ഇവിടെ കൊണ്ട് കൊടുത്താലും വെറും 200 രൂപയ്ക്ക് അവർ സെറ്റാക്കി തരും.
കറിയാണോ ഫ്രൈ ആണോ എന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പം ഈ ചില്ലുകൂട്ടിൽ മെയിനായിട്ട് കിടക്കുന്നത് സീ ഫിഷസ് ആണ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ട്, ക്രാബ്സ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഫിഷ് വെറൈറ്റീസ്. നമ്മുടെ രുചിക്ക് അനുസരിച്ച് സെറ്റാക്കി തരിക. അതായത് മസാല കൂട്ടുകയോ കുറയ്ക്കുകയോ ഉപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെന്ന് വെച്ചാൽ പറഞ്ഞാൽ അവരതേപോലെ ചെയ്തു തരും. അതാണ് ഈ കടയുടെ പ്രത്യേകത. ഇത് ഫോർട്ട് കൊച്ചി തന്നെ കറക്റ്റ് മെട്രോയുടെയും, അതായത് വാട്ടർ മെട്രോയുടെ ഓപ്പോസിറ്റ്, അതേപോലെ തന്നെ പാർക്ക്, നെഹ്റു പാർക്കിന് അടുത്ത് തന്നെയാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. ഫുഡ് അടിച്ചു. നമുക്കിനി കാണാനുള്ളത് നെഹ്റു പാർക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ നെഹ്റു പാർക്കിന് വേണ്ടി ഒരുപാട് സമയം മെനക്കെടുന്നില്ല. നമ്മൾ നേരെ നമ്മുടെ മേരി ടീച്ചറിൻ്റെ വീട്ടിലോട്ട്, അതായത് ബിഗ് ബി എന്ന സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനായ ആ വീട്, അത് തപ്പിപ്പിടിച്ച് അത് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. ഒരു പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഈ ലൊക്കേഷനും. അപ്പം നമ്മൾ ഈ ഫുഡ് സ്പോട്ട് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ്. ജസ്റ്റ് ഒരു 200 മീറ്റർ നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും അന്വേഷിച്ചപ്പോൾ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് സ്ഥലമൊക്കെ മാറി, പെയിൻ്റൊക്കെ അടിച്ചു, അതിന് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വാസ്കോ സ്ട്രീറ്റിൽ കൂടെ നമ്മൾ മേരി ടീച്ചറിൻ്റെ വീട് തപ്പി നമ്മൾ കറക്റ്റ് വാസ്കോ ഹോം സ്റ്റേ എന്ന് പറയുന്ന ആ വീട്ടിൽ തന്നെ ചെന്ന് വിടുകയായിരുന്നു ചെയ്തത്. എക്സാക്ട്ലി ആ സ്പോട്ട് കണ്ടുപിടിച്ചു. ജസ്റ്റ് പള്ളിയുടെ പുറകിലുള്ള ആ വഴിയിൽ സ്ട്രെയിറ്റ് കാണുന്ന വീട്. വീടിന് കാര്യമായ മാറ്റങ്ങളുണ്ട്. കുറച്ച് ക്യാമ്പയിൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ചില ഭാഗങ്ങളൊക്കെ കെട്ടി അടച്ചിട്ടുണ്ട്. ആ സ്റ്റെയറൊക്കെ നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ആ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു കട തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഓണറായിരിക്കാം. ഇത് തന്നെയാണോ വീടെന്ന് അറിയാനായിട്ട് ഞാൻ അങ്ങ് കയറി ചെന്നു. ഞാൻ മോനെ കയറി വല്ലതും വേണമെന്ന് ചോദിച്ച് തുണികളൊക്കെ എടുത്ത് കാണിക്കാൻ തുടങ്ങുകയും ഞാൻ ചോദിച്ചു, ചേച്ചി ഇതാണോ മേളിൽ കാണുന്ന വീടാണോ ബിഗ് ബി എന്ന സിനിമയിലെ ഷൂട്ടിങ്ങിന് കൊടുത്ത വീട്? പെട്ടെന്ന് പുള്ളിക്കാരുടെ മുഖഭാവം മാറുകയാണ് ചെയ്തത്. എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് പിന്നെ കണ്ടത്. ഷൂട്ടിങ്ങും കഴിഞ്ഞു, വർഷങ്ങളായി മമ്മൂട്ടി അഭിനയിച്ചു, എന്നിട്ട് നിങ്ങളെപ്പോലുള്ള മാരണങ്ങൾ കയറി വരുവാണല്ലോ എന്നാണ് ആ ചേച്ചി ചോദിച്ചത്, അതും തലേ കൈവച്ചുകൊണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി മേലാൽ ഷൂട്ടിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വീട് വിട്ടുകൊടുക്കില്ല എന്ന്. അപ്പം ഒരുപക്ഷെ അവർക്ക് ഒരുപാട് ശല്യം ഉണ്ടായി കാണാം. ബിലാൽ എന്ന സിനിമയിൽ ആ ലൊക്കേഷൻ കാണാൻ വഴിയില്ല കേട്ടോ. അങ്ങനെ ആ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. അവിടെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു. അവിടെ നിന്ന് നേരെ തൊട്ടടുത്ത് തന്നെ നടക്കാൻ ദൂരമുള്ളൂ. നമുക്ക് കൊച്ചി ബീച്ച് സൈഡുണ്ട്. ഫോർട്ട് കൊച്ചിയുടെ ബീച്ച് സൈഡ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് സൈഡാണ്. അവിടെ നല്ല രീതിയിലുള്ള സഞ്ചാരികളും കാഴ്ചകളെല്ലാം കണ്ട് തൊട്ടടുത്ത് തന്നെയുള്ള നെഹ്റു പാർക്ക്, അതായത് ഒരു പാർക്കുണ്ട് തൊട്ടടുത്ത് തന്നെ. ആ നെഹ്റു പാർക്കിലൊക്കെ ഒന്ന് കണ്ട് മൊത്തത്തിൽ കൊച്ചിയൊക്കെ കാണാൻ സാധിക്കും. നടന്ന് കാണാൻ തന്നെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒന്നും നോക്കണ്ട, അങ്ങ് നടന്നേര്.